നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു അയില ഫ്രൈ റെഡിയാക്കിയാലോ? വെൽക്കം ടു ഫുഡ് സ്റ്റോറി. ഫ്രൈ റെഡിയാക്കാനായി നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുള്ള 4 അയിലയാണ് എടുത്തിട്ടുള്ളത്. അയില ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായി 6 വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് വലിപ്പം വരുന്ന ഇഞ്ചി, 2 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ നോർമൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, വെള്ളം ഇവ ചേർത്ത് ഇതിനൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് മസാല നല്ല ലൂസാക്കരുത്, ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ എല്ലാ മീനിലും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒരുപോലെ ആവുന്ന രീതിയിൽ മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ മസാലയൊക്കെ അതിൽ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ എപ്പോഴും ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. അങ്ങനെ 2 സൈഡും നന്നായി ഫ്രൈ ആയി വന്ന ശേഷം നമുക്കിത് ഇതിന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അയില ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.